നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റതിന് ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോച്ച് ഡിയേഗോ സിമിയോണി ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? രണ്ട് കൈകളും കൊണ്ട് ചീറിയാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുന്നത് തല താഴ്ത്തി മടങ്ങേണ്ടവരല്ല, ആ പോരാട്ട വീര്യം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന് ദൗർഭാഗ്യം പിടികൂടി എന്നൊക്കെ പലരും പറയും. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല, എൻ്റെ ടീം ആ അഭിമാനത്തോടു കൂടി പോരാടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. നന്നായി പോരാടി പൊരുതി, ഇവിടെ തല താഴ്ത്തി മടങ്ങേണ്ടതില്ല. ഡീഗോ സിമിയോണിയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ലക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനില്ല, ബാഡ് ലക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനില്ല. ഞങ്ങൾക്കിപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ആ രൂപത്തിലാണ് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ചരിത്രത്തിൽ ഈ ഈ ഒരു പ്രോസസ്സ് എന്തായാലും രേഖപ്പെടുത്തും. ഞങ്ങൾ ഈ ക്ലബിനെ അങ്ങനെയാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ പരാജയത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരും ചോദിച്ചാൽ, ഞാൻ പറയും ടീമിനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു, ഫാൻസിനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു. അവർ ഈ കളി മികച്ച രൂപത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ശരിയാ, റയൽ ഞങ്ങളെ തോൽപ്പിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ അവർ സഫർ ചെയ്തു, അവർ നന്നായിട്ട് ബുദ്ധിമുട്ടി. ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എൻ്റെ കുട്ടികൾ നന്നായിട്ട് പോരടിച്ചിട്ടുണ്ട് എന്നാണ് ഡിയേഗോ സിമിയോണി പറയുന്നത്. അതേസമയം യാൻ ഒബ്ലക്ക് പറയുന്നത് ഭാഗ്യമില്ലാതായി പോയി എന്നാണ്. ഇത് തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ നന്നായിട്ട് തന്നെ മത്സരം കളിച്ചു, പക്ഷേ ഒരല്പം ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി. അത് വലിയ ഷെയിമാണ്, വലിയ രൂപത്തിൽ വേദനിപ്പിക്കുന്നു. ഫാൻസ് വലിയ രൂപത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം ഭാഗ്യത്തെ ഇങ്ങനെ പഴിക്കുമ്പോൾ അങ്ങനെയല്ല സിമിയോണി പറയുന്നത്. അങ്ങനെ ഭാഗ്യമില്ലായ്മയെക്കുറിച്ച് പറയണ്ട, ഞങ്ങൾ അങ്ങനെ പോരാടിയിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.